ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലോക്കൽ എസ് സിഒ ആണ്. സോ ലോക്കൽ എസ് സിയുടെ ഒരു ഫുൾ പാക്ഡ് കോഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പർട്ടിക്കുലർ വീഡിയോസ് ത്രൂ നമ്മൾ കവർ ചെയ്യാൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വൺ ബൈ വൺ. ദീസ് ആർ ദ സെഗ്മെന്റ്സ് വിച്ച് യു നീഡ് ടു കവർ. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ. വി വിൽ ബി ഗോയിങ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ. സെക്കൻഡ് വിൽ ബി ദ നമ്മുടെ സെറ്റപ്പ് ഓഫ് ജി എം ബി പേജസ്. എങ്ങനെ ജി എം ബി പേജസ് സെറ്റപ്പ് ചെയ്യുക, ജി എം ബി മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ബിങ് പേജസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യുക. തേർഡ് വിൽ ബി അവർ കീവേഡ് റിസർച്ച്. സോ ഹൗ ടു ഡു കീവേഡ് റിസർച്ച് ഫോർ ലോക്കൽ എസ് സിഒ. സോ ബേസിക്കലി നോർമലി നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യാറ് ജനറൽ പാറ്റേണിന് വേണ്ടിയാണ്. ബട്ട് ലോക്കൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കീവേഡ് റിസർച്ച് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഓൺ പേജ് എസ് സിഒ എങ്ങനെ ചെയ്യുന്നത്, എസ്പെഷ്യലി ഫോർ ലോക്കൽ ബിസിനസ്സിന് വേണ്ടി എന്താ ചെയ്യുന്നത്, പിന്നെ ലോക്കൽ സൈറ്റേഷൻ എന്താണ്, എവിടെയാണ് നമുക്ക് ലോക്കൽ സൈറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഹൗ ടു റാങ്ക് ഇൻ ദ ലോക്കൽ മാപ്പ്. ഈ മാപ്പ് ലിസ്റ്റിങ്ങിനകത്ത് വരുന്നത് ലൈക്ക് ടു ടൈപ്സ് ഓഫ് ഉണ്ട്. ലൈക്ക് ലോക്കൽ കീവേഡ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ലോക്കൽ മാപ്പ് പാക്ക് ഉണ്ട്. ലൈക്ക് നമ്മുടെ മാപ്പ് കാണും, മാപ്പിൻ്റെ കൂടെ താഴെ 3 റിസൾട്ട്സ് കാണും, അത് കാണും. അത് കൂടാതെ ലോക്കൽ സെർച്ച് SERP ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നത്. സോ വിൽ ബി ലുക്ക് ഇൻ ടു ലൈക്ക് ഹൗ വി ഗെറ്റ് റാങ്ക് ഓൺ ലോക്കൽ മാപ്പിൻ്റെ ടോപ്പ് 3 പൊസിഷനകത്ത് നമുക്ക് എങ്ങനെ വരാൻ പറ്റുന്നത്. ദെൻ ലിങ്ക് ബിൽഡിംഗ്. ലോക്കൽ എസ് സിഒന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ലിങ്ക് ബിൽഡിംഗ് ചെയ്യുന്നത്. ദെൻ അക്കൗണ്ട് സെറ്റപ്പ്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൂൾസ്, നമുക്ക് ടൂൾസ് ഇതിനകത്ത് ആവശ്യമുള്ള എസ്പെഷ്യലി ഫ്രോം ഗൂഗിൾ സൈറ്റ്സിനകത്തുള്ളത് ടൂൾസ് ഏതാണ്. സോ അതെല്ലാം നമ്മൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്. വി വിൽ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദാറ്റ്. ദെൻ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ലോക്കൽ എസ് സിഒ ഓഡിറ്റ്. സോ എസ് സിഒ ഓഡിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ബേസിക്കലി, എസ്പെഷ്യലി ഇൻ ദ സെൻസ് ഓഫ് ദ ലോക്കൽ ഫോക്കസ് ചെയ്തിട്ട്. ദെൻ അറ്റ് ലാസ്റ്റ് വി വിൽ ബി ലൈക്ക് മേസറിങ് അവർ റിസൾട്ട്സ്. വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു മേസർ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ ലോക്കൽ എസ് സിഒ വർക്ക് ചെയ്യുന്നുണ്ട്, ലോക്കൽ വെബ്സൈറ്റ് ഓപ്റ്റിമൈസ് ആവുന്നുണ്ട്. വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു look into that. And at last we will be having some bonuses to how to rank your website. So that's it in this particular video we are going to cover. So hope നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെടുക. If you guys like these videos, if you have any questions, drop it comment. We love to cover those questions in upcoming videos. So that's it. Let's start today's sessions one by one, and let's take it one by one section. So first one is introduction. So let's start with the introduction. So first one is what is local SEO. So local SEO is basically location specific search engine results ന് വേണ്ടിയാണ് നമ്മൾ ലോക്കൽ SEO നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ലോക്കൽ ബിസിനസ്സസ്, ഓൾ ദ ലോക്കൽ ബിസിനസ്സസ് ഇസ് വെരി ഫോക്കസ്ഡ് ഓൺ ലോക്കൽ SEO. ഇപ്പോൾ ഞാനൊരു മൊബൈൽ റിപ്പയർ ചെയ്യാൻ നോക്കുവാണ്. ഓക്കെ, എൻ്റെ മൊബൈൽ ഫോൺ കേടായി. സോ ഐ എം ലുക്കിംഗ് ടു റിപ്പയർ ഇറ്റ്. സോ my very focus, I won't be looking anywhere else. I just looking for nearby my location, which is my near location. So I will be going to Google and searching for nearest location. So let's show you an example how we are going to do that. So ഞാനിപ്പം ഗൂഗിളിനകത്തുണ്ട്. സോ ഐ ആം ജസ്റ്റ് ലുക്കിംഗ് ഫോർ iPhone സർവീസ് സെൻറ്റർ കാലിക്കറ്റ്. സോ ഇതെൻ്റെ ഒരു ലോക്കലൈസ് കീവേഡ് ആണ്. സോ ഐ എം ലുക്കിംഗ് ഫോർ എ സർവീസ് സെൻറ്റർ നിയർ ടു മൈ ലൊക്കേഷൻ. സോ ഐ സീ ദാറ്റ് വൺ ഓഫ് ദ കമ്പനി ഈസ് റണ്ണിങ് ആഡ്. അതർ ദാൻ റണ്ണിങ് ആഡ്, ഐ ക്യാൻ സീ ദാറ്റ് അവരുടെ സെയിം ആഡ് തന്നെയാണ് ആഡ്സിനകത്തും വരുന്നത്. അതേപോലെ തന്നെ അവർ ഫസ്റ്റിൽ റാങ്കും ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ദേ വിൽ ബി ടേക്കിംഗ്. ദെൻ ആപ്പിൾ സർവീസ് സെൻറ്റർ ഒഫീഷ്യൽ സർവീസ് സെൻറ്ററിൻ്റെ അഡ്രസ്സാണ്. ദെൻ ആപ്പിൾ സർവീസ് സ്റ്റോർ കാലിക്കറ്റ്. സോ ദീസ് ആർ ദ ലൈക്ക് ആപ്പിളിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന സെക്ഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ റാങ്ക് ചെയ്യുന്ന സൈറ്റ്സ് കാണാം. ബെസ്റ്റ് ആപ്പിൾ സർവീസ് സെൻറ്റർ, ആപ്പിൾ സർവീസ് സെൻറ്റർ കാലിക്കറ്റ്, ജസ്റ്റ് ഡയൽ, ഐഫോൺ സർവീസ് സെൻറ്റർ കാലിക്കറ്റ്, സിസ്കോം, ദെൻ ആപ്പിൾ സർവീസ് കോഴിക്കോട്. സോ ദീസ് ആർ ദ സൈറ്റ്സ് വിച്ച് ഈസ് ആക്ച്വലി റാങ്കിങ് ഓൺ ദ ഫസ്റ്റ് പേജ്. സോ ലൈക്ക് ഞാൻ സെറ്റിങ്സിനകത്ത് 100 റിസൾട്ട്സ് ആണ് വെച്ചേക്കുന്നത്. സോ ദാറ്റ്സ് വൈ. സോ കറൻ്റ്ലി ഐ ആം ഗോയിങ് ഫോർ ലൈക്ക് 100 റിസൾട്ട്സ്. സോ ഇതിനെ നമ്മൾ മിനിമം ആയിട്ട് 10 റിസൾട്ട്സിനകത്തോട്ട് മാറ്റാം. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് 10. So 10 results, location, current region. Okay, so done. So now you can see that in the 10 results മാത്രമേ കാണിക്കുന്നുള്ളൂ. So that will be like more focused, like top 10 പേജിനകത്ത് ആരാണ് റാങ്ക് ചെയ്യുന്നത്. So these are the pages who is ranking on top 10 results. സോ ഇതാണ് ബേസിക്കലി ലോക്കൽ SEO. സോ ലോക്കൽ സ്പെസിഫിക് കീവേഡ്സ് നമ്മൾ എടുപ്പം ആ പർട്ടിക്കുലർ കീവേഡ്സ് റാങ്ക് ചെയ്യുന്നത്. സോ ഓൾ ദ ബിസിനസ്സസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ലോക്കൽ സ്പെസിഫിക് ഏരിയ സ്പെസിഫിക് ബിസിനസ്സസ് ആണെങ്കിൽ ലോക്കൽ SEO ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബാക്ക് ടു അവർ സ്ലൈഡ്. So first one is what is local SEO. So local SEO is all about help to get more customer from organic search. That is basically
happening around that particular location. If you are not ranking in local, then competitor rank takes traffic. So you can just see that example. In our example, we can see that this particular site is taking one traffic, adds traffic, another traffic, then third traffic, three traffic here, and then they are ranking on fourth, and they are taking four different places they are getting traffic. So അത് അവർക്ക് ഇച്ചിരി കൂടെ എന്താ പറയുന്നത് മാക്സിമം ട്രാഫിക് അക്വയർ ചെയ്യാൻ പറ്റുന്നതാണ്. So that's the example which I wanted to cover on this particular topic. So now let's move to another. Why is local SEO? Local SEO എന്തിനാണ് ഇമ്പോർട്ടൻറ്റ്? സോ ഫസ്റ്റ് തിങ് ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹൈ ഓർഗാനിക് സെർച്ച് ട്രാഫിക് ആണ്. ആ പർട്ടിക്കുലർ കീവേഡിന് വേണ്ടി എത്ര ട്രാഫിക് ഉണ്ട്, ആ ട്രാഫിക് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. സോ ഇഫ് ഐ എം ഏബിൾ ടു ക്യാപ്ചർ ദോസ് ട്രാഫിക്, ഐ എം ഏബിൾ ടു മേക്ക് മോർ ബിസിനസ്. നമുക്ക് ഒരുപാട് ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇഫ് ഐ ക്യാൻ റാങ്ക് ഫോർ ദ ലോക്കൽ ടാർഗറ്റഡ് കീവേഡ്സ്. ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് എഞ്ചിൻ ഈസ് നോട്ട് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡ്, ആളുകളെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി ആളുകൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ദേ ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ ദാറ്റ് പ്രോബ്ലം, ദാറ്റ് സൊല്യൂഷൻ. ഇപ്പം എൻ്റെ ഒരു ഫോൺ പോയിട്ടുണ്ടെങ്കിൽ ഐ ആം ലൈക്ക് വെരി ക്യൂരിയസ് ടു ഫിക്സ് ദാറ്റ് ഫോൺ ആസ് സൂൺ ആസ് പോസിബിൾ. അല്ല പിന്നെ ഐ വോണ്ട് വെയിറ്റ് ലൈക്ക് ഫേസ്ബുക്കിനകത്ത് ഒരു ആഡ് വരും, അതിനകത്ത് ഓഫർ കാണും, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. ഐ ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ്. സോ you need to understand that why SEO is very important, because the people who coming to search engine, ഈ സെർച്ച് എഞ്ചിനകത്തോട്ട് വരുന്ന ആളുകൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിരിക്കും. മൈൻഡ് അവർക്ക് ഭയങ്കര ഓൾറെഡി റെഡി ആണ്. ദേ വാണ്ടഡ് ടു പർച്ചേസ്. സോ ഇഫ് യു ആർ ദെയർ വെൻ ദേ ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ ദിയർ സൊല്യൂഷൻ, പ്രോബ്ലംസ് സൊല്യൂഷൻ, സോ നിങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ട് സെൽസ് കിട്ടാം, ലീഡ്സ് കിട്ടാൻ സാധ്യത കൂടും. സെക്കൻഡ് വൺ, ബിൽഡ് ക്രെഡിബിലിറ്റി. നിങ്ങളുടെ ക്രെഡിബിലിറ്റി ബിൽഡ് ആവും വെൻ യു ഹാവ് ലൈക്ക് മൾട്ടിപ്പിൾ ലിസ്റ്റിംഗ്സ്. ഇപ്പം നമ്മൾ തന്നെ കണ്ട് 5 സെക്ഷനകത്ത് നമ്മൾ ലിസ്റ്റിംഗ് കണ്ട്. ഐഫോൺ സെൻറ്റർ അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും പോകാൻ നോക്കുവാണെങ്കിൽ ദേ വിൽ ഗോ ടു ദാറ്റ് പർട്ടിക്കുലർ സൈറ്റ്, ബിക്കോസ് അവരുടെ സർവീസ് സെൻറ്റർ വിട്ടിട്ട് ഇവരാണ് ഏറ്റവും കൂടുതൽ എക്വസിഷൻ ചെയ്യുന്നത്. ഈവൻ വെൻ വി ഗോ ആൻഡ് ലുക്ക് ഫോർ അവരുടെ റാങ്കിങ്, സോ യു ക്യാൻ സീ ദാറ്റ് ലൊക്കേഷനകത്തും ദേ ആർ റാങ്കിങ് അറ്റ്ലീസ്റ്റ് 3.8 അറൗണ്ട് വെച്ചിട്ടാണ് അവർ റാങ്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ക്രെഡിബിലിറ്റി, ലൈക്ക് റിവ്യൂസ്. സോ റിവ്യൂസ്, പ്രസൻസ്, ക്രെഡിബിലിറ്റി ആണ്, ലൈക്ക് ആളുകളുടെ ഒരു ക്രെഡിബിലിറ്റി ആണ് ഫസ്റ്റ് സെക്ഷനകത്ത്. Then get phone calls, location visit, all those section you have like website visit, you get directions, locations. And if a mobile na search cheyanengil, when person goes here and when he clicks on that particular results, you will see that they can have a call also option, call phone number avada kanum. So they can even call also on when they search on the mobile. So these are the options you get when you get listed your site. So you can see that reviews, you can have call, you can have website, you can have direction. All these features will be there when you get listed your site on local SEO. Third one, impact of mobile on local search. So mobile search in history and nammal nokkuvaanengil now more and more people are searching on mobile. Like more than 60% traffic is now coming from mobile. See, mobile searches, what they happen, like most of the mobile searches happens as local. 56% of mobile searches is local. So best restaurant near me, best hotels near me, where to buy this near me, where to get haircut, where to get spa, where to fix this mobile. So all the keywords is very focused around that particular location, and especially mobile is having an IP address and tracking through or that particular location, and the result is also very focused to a particular area wise focus editarikum result varan pone. So that is like local search. Then if that is the reason, like more than 60%, around 60% people ippam mobile through varuvaanengil, it's a very 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 important to have a mobile specific website. So mobile friendly website avanam. So ningada website nathoda aalugal varuvaanengil they can see whatever the things in a easy form and very UX form nathu avarku kaanan pattanam, appealing avanam, aalukalku inquiry cheyan thonnam, vilikkan thonnam, call to action very clear avanam. Call to action എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അവരോട് ചെയ്യാൻ ഉദ്ദേശിപ്പിക്കുന്നത്, അതെല്ലാം കാര്യങ്ങൾ very focused ആയിരിക്കണം, so that they can easily take action. Then comes local SEO versus traditional marketing. So ഇപ്പം ഈ why should a business start local SEO? എന്തിനാണ് അവർ local SEO ചെയ്യേണ്ട ആവശ്യം എന്താണ്? What is the reason why they should do this? So local SEO, traditional marketing നമ്മൾ already അറിയാം, ലൈക്ക് നമ്മൾ പംപ്ലെറ്റിംഗ് ചെയ്യും, ഹോർഡിങ്സ് വെക്കും, അങ്ങനത്തെ റേഡിയോ ആഡ്സ്. അതിനേക്കാളും ബെറ്റർ എന്താണ് ലോക്കൽ SEO? ലോക്കൽ SEO ഈസ് എ DIY കൈൻഡ് ഓഫ് മോഡലാണ്. ഡു ഇറ്റ് യുവർ സെൽഫ്, ലൈക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. യു ഡോണ്ട് റിക്വയർ എൻ എക്സ്പേർട്ട് ടു ഡു ദിസ്. സോ യു ക്യാൻ
start doing your local SEO as a beginner stage. Now നിങ്ങൾക്ക് local SEO ചെയ്യാൻ പറ്റും. So we'll be going to cover all the things which you can do. So you don't require an like expert stage. So it's always better to have an expert. So ഇപ്പം നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ട്, അത്ര എക്സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ you can always go for an expert. But if you don't have that much money, what you can do it by yourself. So all the things what we are going to cover in this session നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. When you apply these things, automatically your business will get benefited for this particular section. So that is do it yourself model. Okay, then better leads quality. So automatically നമ്മൾ ഇതിന്റെ മുമ്പേ നമ്മൾ സംസാരിച്ച് സോഷ്യൽ മീഡിയയിൽ ആളുകൾ they are not looking to purchase, but ഇവിടെ സെർച്ച് ചെയ്യുന്ന ആളുകളുടെ ഒരു ഇന്റന്റ് ഉണ്ട്. They are very focused to buy, they wanted to purchase. Now only the thing is that you need to convince them, അവരെ കൺവിൻസ് ചെയ്യണം നിങ്ങളോട് തന്നെ വാങ്ങണം. സോ ദാറ്റ് ഈസ് ദ ജോബ് ഓഫ് യുവർ സെക്ഷൻ. അൺടിൽ ലൈക്ക് ഒരു ക്വാളിഫൈഡ് ലീഡ് കിട്ടുന്ന പണി ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫിനിഷ് ആവും. Then trackable ആണ്. So how many people came, what are the traffic, what are the leads, how many calls, how many message, എത്ര പേര് ഡയറക്ഷൻ ചോദിച്ച്, ഏതേത് കീവേഡ്സ് ആണ്, സെർച്ച് ടേംസ് ആണ് സെർച്ച് ചെയ്ത്, എവറി ഡീറ്റെയിൽ യു ഗെറ്റ് ഹിയർ. സോ ട്രാക്കബിൾ ആണ്. നമുക്കറിയാം ഓക്കെ ഇതെല്ലാം റാങ്ക് ചെയ്യുന്നത്, ഇതെല്ലാം നടക്കുന്നത്. സോ നമുക്ക് എക്സാക്ട്ലി ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. സോ വാട്ട് ഹാപ്പൻസ് വിത്ത് ദാറ്റ്? സോ വി നോ ദാറ്റ് ഓക്കെ സോ ദിസ് ഇസ് ദ തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. സോ നമുക്ക് എക്സാക്ട്ലി അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എന്താണ് ലോക്കൽ SEO റാങ്കിങ് ഫാക്ടേഴ്സ് എന്താണ്? സോ ലെറ്റ്സ് ഗോ വൺ ബൈ വൺ റാങ്കിങ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ കാറ്റഗറീസ്. പ്രോപ്പർ കാറ്റഗറി. സോ ഏത് ബിസിനസ് ആണ് നിങ്ങളുടെ ആ ബിസിനസ്സിൻ്റെ പ്രോപ്പർ കാറ്റഗറി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. വൈ? ബിക്കോസ് നിങ്ങൾ ഏത് ബിസിനസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്, ആ ബിസിനസ്സിൻ്റെ നിങ്ങളെ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് കറക്റ്റ് ഓഡിയൻസ് ടു യുവർ ബിസിനസ്. സോ നിങ്ങൾക്ക് നമ്മുടെ കറക്റ്റ് ബിസിനസ്സിന് ഓഡിയൻസ് കിട്ടണമെങ്കിൽ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ കാറ്റഗറി. സോ കാറ്റഗറി, ഒരു കാറ്റഗറി പ്രൈമറി കാറ്റഗറി ആയിരിക്കും, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ കാറ്റഗറീസ് ആഡ് ചെയ്യാൻ പറ്റും. സോ ഓൾവേസ് ആഡ് ദോസ് കാറ്റഗറി വിച്ച് ഇസ് റിലേറ്റഡ് ടു യുവർ ബിസിനസ്. ഡോണ്ട് ഗോ ആൻഡ് ആഡ് everything into your list. Don't do that. Only add those things which is related to your particular category. Second one is consistent NAP stand for name, address and phone number. So കൺസിസ്റ്റൻറ്റ് വേണം. സോ നിങ്ങളുടെ എവിടെ പോയാലും, ഏത് ലോക്കൽ ബിസിനസ് സ്ഥലത്ത് പോയാലും നിങ്ങളുടെ അഡ്രസ് സെയിം തന്നെ ആവണം. സോ മേക്ക് ഷുവർ ദാറ്റ് വാട്ട് എവർ യു ഗീവ് ഓൺ യുവർ വെബ്സൈറ്റ് അതിന് നിങ്ങളുടെ GMBയിലകത്ത് വരണം. അതിന് നിങ്ങൾ സൈറ്റേഷൻ സൈറ്റ്സ് എവിടെയാണ് നിങ്ങൾ NAP ചെയ്യാൻ പോകുന്നത് അവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് എന്താ ചെയ്യണം, കൺസിസ്റ്റൻറ്റ് വിത്ത് യുവർ നെയിം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം. തേർഡ് വൺ ഈസ് സൈറ്റേഷൻ ഫ്രോം അതോറിറ്റി വെബ്സൈറ്റ്സ്. ട്രൈ ടു ഗെറ്റ് the more listing. എത്ര കൂടുതൽ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഗോ ടു ജസ്റ്റ് ഡയൽ ലിസ്റ്റ്, ഗോ ടു സുലേഖ ലിസ്റ്റ് ഓവർ ദെയർ, ഗോ ടു യെൽപ്, ഫോർസ്ക്വയർ, അതുപോലത്തെ പറഞ്ഞ ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. ഗോ ലിസ്റ്റ് എവറിവെയർ. ദ മോർ ഈവൻ ദ ഫേസ്ബുക്ക് ലോക്കലിനകത്ത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഗോ ആൻഡ് ലിസ്റ്റ് എവറിവെയർ വെരെവർ ദ പോസിബിൾ, വെരെവർ യു ക്യാൻ ഏബിൾ ടു ഗിവ് നെയിം, അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ. ഈ 3 സാധനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് എല്ലായിടത്തും പോയിട്ട് നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് സിമിലറും അല്ല, സെയിം തന്നെ ആവണം. സോ ദാറ്റ് വിൽ ഇൻക്രീസ് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഹയർ റാങ്ക് ഓൺ ലോക്കൽ സെർച്ച് റിസൾട്ട്സ്. ഫോർത്ത് വൺ ഈസ് DA ഓഫ് ദ വെബ്സൈറ്റ്. സോ നമ്മുടെ വെബ്സൈറ്റ്സ് നമ്മളൊരു ലാൻഡിംഗ് പേജിനകത്തോട് വിടാൻ പോകുന്നത്, ആ വെബ്സൈറ്റിൻ്റെ DA കൂട്ടാൻ നോക്കുക. DA എങ്ങനെ കൂട്ടുന്നത്? ബേസിക്കലി ഡൊമൈൻ അതോറിറ്റി എന്നാണ് പറയുന്നത്. ദ മോർ ബാക്ക് ലിങ്ക്സ് യു ബിൽഡ്, ദ മോർ ലിങ്ക് ബാക്ക് ടു. ഇപ്പോൾ നിങ്ങൾ സൈറ്റേഷൻ ചെയ്യാൻ പോകുന്ന അവിടെ ഒരുപാട് സൈറ്റ്സിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടും ലിങ്ക് ബാക്ക് ടു യുവർ വെബ്സൈറ്റ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിനകത്തോട് ലിങ്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലിങ്ക് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ വൺ തിങ് യു നീഡ് ടു ഫോക്കസ് ഓൺ. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, ഇത് നമുക്ക് വലിയ കൺട്രോൾ ഇല്ലാത്തൊരു സെക്ഷനാണ്, പ്രോക്സിമിറ്റി ഓഫ് ദ ബിസിനസ് അഡ്രസ് സെൻറ്റർ ഓഫ് സിറ്റി. സോ ഈ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ എവിടെയാണ്, ആ പർട്ടിക്കുലർ സിറ്റിയുടെ റൗണ്ടിൽ എവിടെയാണ്, ഏത് ഡിസ്റ്റൻസിലാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ലോക്കൽ സെർച്ച്, അതും കൂടി ഒരു ഫാക്ടറാണ്. ലൈക്ക് ഇറ്റ്സ് മാറ്റേഴ്സ്, ലൈക്ക് ആളുകൾ എവിടെ നിന്നാണ് സെർച്ച് ചെയ്തത്. സോ നിയർ ടു മൈ ലൊക്കേഷൻ അവർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൈ സൈറ്റ് വിൽ ഗോയിങ് ടു റാങ്ക് ഓൺ ദ ഫസ്റ്റ് പൊസിഷൻ, സോ ഓൺ ദ ടോപ്പ് പൊസിഷൻ. ബട്ട് അത് അവർ വേറെ ദൂരെ സെർച്ച് ചെയ്യുകയാണ്, വേറെ സിറ്റിയിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പോസിബിലിറ്റി ഓഫ് ദാറ്റ് മൈ റാങ്കിങ് വിൽ ബി ഡൗൺ. സോ ദിസ് is like എന്താ പറയുന്ന ഒരു നോൺ കൺട്രോളബിൾ തിങ്സ് ആണ്. ബട്ട് ഇഫ് യു ഹാവ് ലൈക്ക് സെൻറ്റേഴ്സ്, ഇഫ് യു ഹാവ് ലൈക്ക് ഓഫീസസ്, ഓൾവേസ് മേക്ക് ഷുവർ ഗെറ്റ് എവറി ഓഫീസസ് ടു ഗെറ്റ് ലിസ്റ്റഡ്. സോ അതുകൊണ്ട് എന്താണ്, ഇച്ചിരി കൂടെ പ്രോക്സിമിറ്റി കൂടും നിങ്ങളുടെ ലൊക്കേഷൻ, നിയർ ലൊക്കേഷൻ. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ 4-5 ഓഫീസസ് ഉണ്ടെങ്കിൽ യു ഗോ ആൻഡ് മെൻഷൻ all 4-5 businesses in GMB. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെർച്ചേഴ്സ് ആൻഡ് ബിസിനസ്സസ്. സോ ഒരാൾ സെർച്ച് ചെയ്യുന്ന ആളുടെ ബിസിനസ്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് റിസൾട്ട് ഇൻഫ്ലുവൻസ് ആവും. സോ ദാറ്റ് ഈസ് ഓൾസോ വി കാൻ കൺട്രോൾ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു വിൽ ബി ലൈക്ക്
as much as location possible wherever you ഇപ്പോൾ ഉള്ള ലൊക്കേഷൻസ് എല്ലാം നിങ്ങൾ ഇതിനകത്തോട്ട് കവർ ചെയ്യാൻ നോക്കുക. ദെൻ ക്വാളിറ്റി ബാക്ക്ലിങ്ക് പ്രൊഫൈൽ. സോ ഇൻ SEOനകത്ത് വൺ ഓഫ് ദ ലൈക്ക് എന്താ പറയുക മോസ്റ്റ് ഹാപ്പനിങ് തിങ് എന്ന് പറഞ്ഞാൽ ബാക്ക്ലിങ്സ് ആണ്. ബാക്ക്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് വോട്ടാണ്. ദ മോർ പീപ്പിൾ ടെൽ ദാറ്റ് യു ആർ ദ ബെസ്റ്റ്, യു ഓട്ടോമാറ്റിക്കലി ബിക്കം ബെസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഐസ് ഓഫ് ഗൂഗിൾ. സോ ഗൂഗിളിൻ്റെ കണ്ണുകൾ നിങ്ങൾ തന്നെ ബെസ്റ്റായി മാറും. എല്ലാവരും നിങ്ങളെ ബെസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആണെന്ന് ഗൂഗിളിന് അണ്ടർസ്റ്റുഡ് ആയിട്ട് എടുക്കും. സോ ദാറ്റ് ഈസ് ദ തിങ് ബാക്ക്ലിങ്സ്. ഇറ്റ്സ് ഓൾ അബൌട്ട് വോട്ട്. സോ ട്രൈ ടു ഗെറ്റ് വോട്ട് ഫ്രോം ലോക്കൽ ബിസിനസ്സേഴ്സ്. നിങ്ങളുടെ ലോക്കൽ ഫ്രണ്ട് സർക്കിളിനകത്തുള്ളവർക്ക് ആർക്കാർക്ക് വെബ്സൈറ്റ് ഉള്ള അവരോട് ലിങ്ക് കൊടുക്കാൻ നോക്കുക, ലിങ്ക് എടുക്കാൻ നോക്കുക. വെൻ ഓൾ ആർ ദ പ്ലേസസ് വേർ നിങ്ങൾക്ക് പോയിട്ട് ലിങ്ക് കൊടുക്കാൻ പറ്റുന്ന അവിടെ എല്ലാം പോയിട്ട് ലിങ്ക് കൊടുക്കുക. ലൈക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിനകത്ത് ലിങ്ക് കൊടുക്കാം. ഇങ്ങനത്തെ സൈറ്റ്സ്, ഇതെല്ലാം സൈറ്റ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എന്താ പറയുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. സോ ഇവിടെ എല്ലാം പോയിട്ട് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് നിങ്ങളുടെ വെബ്സൈറ്റിനകത്തോട്ട് എന്താ ചെയ്യുക, ലിങ്ക് അക്വയർ ചെയ്യുക. സോ ദാറ്റ് ഈസ് ലൈക്ക് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. ദെൻ ഇൻ വെബ് പേജ്, ലൈക്ക് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിനകത്തോട്ടാണ് ആളുകളെ വിടുന്നത്. ഇപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് ഫ്രീ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ മൈ ബിസിനസ് മാത്രമല്ല, നിങ്ങൾക്ക് ഗോഡാഡിയിൽ ഫ്രീ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഒരുപാട് പ്ലേസസ് ഉണ്ട് വേർ യു ക്യാൻ ഗോ ആൻഡ് ക്രിയേറ്റ് എ ഫ്രീ വെബ്സൈറ്റ്. യു ഡോണ്ട് റിക്വയർ എനി എന്താ പറയുന്നത് സ്കിൽസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പ്രോസസ്സാണ് നിങ്ങൾക്ക് തന്നെ ഒരു വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാൻ. ഇതിപ്പോൾ കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണ്, സ്പെഷ്യലി വെബ്സൈറ്റ്. സോ യു ഡോണ്ട് ഹാവ് ടു വരി, ലൈക്ക് നിങ്ങൾക്ക് ടെക്നിക്കലി ഒന്നും അറിയത്തില്ലെന്ന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. യു ക്യാൻ ഈസിലി ഏബിൾ ടു ക്രിയേറ്റ് യുവർ വെബ്സൈറ്റ്. So when you create your website, when you have a page, like a page in your structure nathu, you should have your town name, your city name, title nathu venam, meta title nathu venam, meta description nathu venam, URL nathu venam, heading tags nathu venam. ഇമേജ് ഈവൻ ദോ അൾ ടെക്സ്റ്റ് ഉണ്ട്, ഇമേജ് ഓപ്റ്റിമൈസ് ചെയ്യാൻ ഇമേജ് ഫയൽ അപ്ലോഡ് ചെയ്ത് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ABC1234 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. അതുവരെ നമ്മുടെ ലൊക്കേഷൻ സ്പെസിഫിക് ആക്കിയിട്ട് മാറ്റാം. ലൈക്ക് ഐഫോൺ സർവീസ് സെൻറ്റർ ഇൻ കാലിക്കറ്റ് .jpg അതായിരിക്കും എൻ്റെ ഫയൽ നെയിം വിച്ച് ഐ എം ഗോയിങ് ടു അപ്ലോഡ് ഇൻ ടു മൈ വെബ്സൈറ്റ്. സോ ദാറ്റ്സ് ദ വേ ഹൗ വി ആർ ഗോയിങ് ടു കൺട്രോൾ അവർ ലോക്കൽ റാങ്കിങ് ഫാക്ടേഴ്സ്. സോ ദീസ് ആർ ദ ലൈക്ക് മേജർ റാങ്കിങ് ഫാക്ടേഴ്സ് ആണ് വിച്ച് യു ക്യാൻ ഇൻഫ്ലുവൻസ് ആൻഡ് യു അതിനകത്ത് കുറച്ച് സാധനം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദീസ് ആർ ദ സം തിങ്സ് വെയർ യു ക്യാൻ വർക്ക് ഓൺ ആൻഡ് ഗെറ്റ് യുവർ സൈറ്റ് റാങ്ക് ഓൺ ദ ലിസ്റ്റ്. സോ ദാറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്. സോ ഹോപ്പ് introduction part ellarkum manasilayittundaayirikkum. So now in second video we are going to talk about how to go and set up a GMB stands for Google My Business page. Also we will look into Bing places. So ee rendu segment nammal nokkum. So see you guys in next video, that is the second part of this section, and see you in next video.